അന്ന് നിലമ്പൂർ എന്നുള്ള പേരില്ല. ഇല്ല. കിഴക്കൻ ഏറനാടാണ്. നിലമ്പൂർ പിന്നെ വന്നതാണ്. ഇവിടെ സ്ഥാപിച്ച ശേഷം ഇവിടെ അധികം മുളയും തേക്കുമുണ്ട്. മുളയ്ക്ക് നിലിംബം എന്നാണ് സംസ്കൃതത്തിൽ പേര്. അപ്പം നിലിംബങ്ങളുടെ മുളകളുടെ നാടെന്ന അർത്ഥത്തിലാണ് നിലിംബപുരി എന്നായിരുന്നു. അത് ലോപിച്ച് നിലമ്പൂരായതാണ്. ഇവിടെ ഇക്കോണമി കൊണ്ടുവരാൻ വേണ്ടി ഈ കൃഷി നടത്താൻ വേണ്ടി കാടൊക്കെ വെട്ടി തെളിയിച്ച് കൃഷി നടത്താൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ മുസ്ലിംസിനും കച്ചവടം നടത്താൻ വേണ്ടി ഇന്നത്തെ തമിഴ്നാട് അവിടുന്ന് ചെട്ടിമാരെയും ഈ വെസൽസും ഇതൊക്കെ ഉണ്ട്. അന്ന് മൺപാത്രങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊശവന്മാരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് എല്ലാ ചിലവും കൊടുത്ത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് ഈ മുസ്ലിം പോപ്പുലേഷൻ ഇങ്ങോട്ട് വരുന്നത്. അതെ, ആദ്യമായിട്ട് ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഇൻഫാക്ട് നിലമ്പൂർ കോവിലകത്തിനെ കുറിച്ച് ഒരു എഴുതപ്പെട്ട ചരിത്രം എവിടെ ഉണ്ടായില്ല. പക്ഷെ ചില റെഫറൻസുകളും ചരിത്ര പുസ്തകങ്ങളും മാധവമേനോൻ്റെയും പിന്നെ ലോഗൻസ് മാനുവലിലൊക്കെ അവിടെ ഇവിടെയായിട്ട് ചില പരാമർശങ്ങളുണ്ട്. അത് മാത്രമേ ഇപ്പോൾ എഴുതപ്പെട്ട ചരിത്രം എന്ന് പറയുള്ളൂ. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഒരു പടിപ്പുര കാണാം. അത് ഏത് കാലയളവിൽ നിർമ്മിച്ചതാണ്? അത് 1924 മാപ്പിളകാല കാലത്ത് ഇവിടുന്നുള്ള എല്ലാവരും ഇവിടെ മാറി താമസിച്ചു. ഇവിടെ കോലം പൂട്ടിയിട്ടു. ഒരു കൊല്ലം കോലക അടച്ചിട്ടു. പിന്നീട് വന്നിട്ടാണ് ഈ ഇപ്പോഴത്തെ പാറാവ് നമ്മൾ പറയുക പടിപ്പുര 1924 ഉണ്ടാക്കിയിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള വീടുകളൊക്കെ കോലകങ്ങളാണ്.